സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയാണെങ്കിൽ ശ്യാമേനെ അമൃതേനെ അന്വേഷിച്ച് ഓരോ റൂമിലും വിച്ചുവിൻ്റെ ഒപ്പം അന്വേഷിച്ച് നടക്കുമായിരിക്കും കേട്ടോ. ഇതേ സമയം അവിടുത്തെ ബഹളമൊക്കെ കേട്ട് ശ്യാമ അമൃതയും ജനലിൽ കൂടി പുറത്തേക്ക് നോക്കുമായിരിക്കും. അപ്പോഴാണ് വിച്ചുവിൻ്റെ ഒപ്പം അവിടെ എല്ലാം അന്വേഷിച്ച് നടക്കുന്ന രാധികേനെ അവർ കാണുന്നത്. രാധികയെ കാണുന്നതും ശ്യാമയാണെങ്കിൽ മോളെ എന്നും പറഞ്ഞ് ഉറക്കി വിളിക്കുവാണ്. എന്നിട്ട് കൈകൾ പുറത്തേക്കിട്ട് കൈകൾ കൊണ്ട് രാധിക അവിടെ നിന്ന് വിളിക്കാൻ ശ്രമിക്കുവാണ് കേട്ടോ. ഈ സമയം അമ്മയുടെ ശബ്ദം കേൾക്കുന്നതും രാധിക തിരിച്ചറിയണേ അമ്മ എന്നും പറഞ്ഞ രാധിക ആ ശബ്ദം കേൾക്കുന്ന റൂമിൻ്റെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുമായിരിക്കും. ഇതേ സമയം ആ റൂമിൻ്റെ അകത്താണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിലുള്ള നേഴ്സുമാരും സെക്യൂരിറ്റിക്കാരും വന്ന് ശ്യാമയുടെയും അമൃതയുടെയും വായൊക്കെ പൊത്തിയിട്ട് അവരെ റൂമിൻ്റെ അകത്തേക്ക് കയറ്റി ആ റൂമിലെ ജനലൊക്കെ അടച്ചു കളയുവാണ്. എന്നിട്ട് അവരെ റൂമിനകത്ത് തന്നെ കൈകളൊക്കെ കെട്ടി ബന്ധിച്ച് വായിൽ ടാപ്പൊക്കെ ഒട്ടിച്ചിട്ട് അവർ ആ റൂമിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരവിടെ നിന്ന് ബലം പ്രയോഗിച്ച് എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാണ് കേട്ടോ. ഇതേസമയം രാധികയും വിച്ചുവും കൂടിയാണെങ്കിൽ അവിടെയുള്ള ഓരോ റൂമിലായിട്ട് കയറി ഇറങ്ങി നോക്കിക്കൊണ്ടിരിക്കുവാണ്. തൻ്റെ അമ്മയുടെ ശബ്ദം രാധിക വ്യക്തമായിട്ട് തന്നെ കേട്ടതാ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏതോ ഒരു റൂമിൽ തന്നെ അമ്മയുണ്ടെന്നും പറഞ്ഞ് എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുവാണ് രാധിക. ഇതേസമയം ശ്യാമേനെയും അമൃതേനെയും അവർ വായൊക്കെ മൂടി വെച്ച് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു സമയത്താണെങ്കിൽ ആ ഒരു നേഴ്സുമാരും അവിടുത്തെ സെക്യൂരിറ്റിക്കാരും ഒക്കെ വന്ന് രാധികേനെയും വിച്ചുവിനെയും ബലമായിട്ട് അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെയുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ഡോക്ടർ സൂര്യയെ തല്ലി ചതച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അത് കാണുന്നതും വരണം ഡോക്ടറുമായിട്ട് ഫൈറ്റ് ഉണ്ടാകുവാണ്. അങ്ങനെ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് വരണ്ട് കുറേ തല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നീട് വരണ് അയാൾക്ക് നല്ല തല്ല് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സൂര്യയും വരണും കൂടി ഒരുമിച്ച് നിന്ന് തന്നെ ഡോക്ടറെ തല്ലി അവശനാക്കി താഴ്ത്തിടുവാണ്. ഈ സമയം രാധികയും വിച്ചുവാണെങ്കിൽ വീണ്ടും അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടറെ വരണം സൂര്യയും കൂടി തല്ലി അവശനാക്കിയിട്ടിരിക്കുന്നത് രാധികയും കാണുവാണ്. ഈ സമയം വരണാണെങ്കിൽ ഡോക്ടറെ വെല്ലുവിളിച്ചുകൊണ്ട് പറയണേ, എടോ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം തീർന്നടോ. താനിവിടെ കുറേ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്നാലേ അവരെല്ലാവരും ഇന്ന് ഞങ്ങൾ പുറത്തിറക്കും. തൻ്റെ കള്ളത്തരവും ചതിയും എല്ലാം ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കും. ശ്യാമ മേഡത്തിനെ താൻ ഇത്രയും നാൾ നരകിപ്പിച്ചതിന് തന്നോട് ഞങ്ങൾ കണക്ക് ചോദിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് വരടാണെങ്കിൽ അങ്ങ് ദേഷ്യത്തിൽ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ വീണ്ടും ഡോക്ടറുടെ ഷോട്ടിനെ കുത്തിപ്പിടിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അവിടെ പോലീസ് എത്തുന്നത്. അങ്ങനെ പോലീസ് അകത്തേക്ക് കയറി വരണേ. എന്താ ഇവിടെ എന്താ പ്രശ്നം? ഈ സമയം ഡോക്ടർ പറയണേ, സാറേ ഇത് കണ്ടില്ലേ, ഇത് തന്നെ ഇവിടെ പ്രശ്നം. ഇവിടെ ഞാൻ കുറേ മാനസിക രോഗികളെ ചികിത്സിച്ച് വളരെ മാന്യമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഈ സ്ഥാപനം. എന്നാൽ ഇവർ 3 പേരും ഉണ്ടല്ലോ ഇവിടെ അതിക്രമിച്ച് കടന്നു കയറുകയും എന്നെയും എൻ്റെ രോഗികളെയും വളരെ മാനസിക ബുദ്ധിമുട്ടിൽ ആക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും ഇവിടെയുള്ള രോഗികളുടെ അവസ്ഥയെങ്കിലും മനസ്സിലാക്കിക്കൂടെ? ഇവിടെ വന്ന് ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം പോലീസ് ചോദിക്കണേ, എന്താ ഇത്, നിങ്ങളൊക്കെ ആരാണ്, എന്താ ഇവിടെ കാണിക്കുന്നത്? അന്നേരം പറയണേ, സാർ ഈ ഹോസ്പിറ്റലിൻ്റെ പേരിൽ ഇയാൾ നടത്തുന്നത് ഒരു വലിയ ചതി തന്നെയാണ്. വലിയൊരു ക്രൈമാണ് ഇയാൾ ഇവിടെ നടത്തുന്നത്. നിരപരാധികളും നിഷ്കളങ്കരുമായിട്ടുള്ള കുറേ പേരെ ഭ്രാന്തിൻ്റെ പേരിൽ ഇയാളിവിടെ കൂട്ടിയിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രശസ്ത ഗായികയായ ശ്യാമ മേഡം ഉൾപ്പെടെയുള്ള പലരും ഉണ്ട്. ഈ നാട്ടുകാർ മുഴുവൻ ശ്യാമ മേഡത്തിനെ അന്വേഷിച്ച് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നാട്ടിൽ മുഴുവൻ പാട്ടാണല്ലോ ശ്യാമ മേഡത്തിൻ്റെ തിരോധാനത്തിൻ്റെ വാർത്ത. അത് സാറ് അറിഞ്ഞിട്ടുണ്ടാകുവാണല്ലോ. ആ ശ്യാമ മേഡം ഇവിടെയാണുള്ളത്. ഇയാളുടെ ഈ ഹോസ്പിറ്റലിൽ ശ്യാമ മേഡത്തിനെ ഇട്ട് നരകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കണ്ടതാണ്. സാറിന് ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ മാഡത്തിനെ രക്ഷപ്പെടുത്താൻ പറ്റും. നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ കള്ളനെ കൊണ്ട് തന്നെ തുറന്ന് പറയിക്കാനും പറ്റും. അന്നേരം ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറയണേ, എൻ്റെ സാറേ ഇവർക്കൊക്കെ എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല. വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ കുറച്ചു നേരം മുമ്പ് ഇയാൾക്ക് തലക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത്. ഞാനങ്ങനെ അവസ്ഥയൊക്കെ നോക്കി ഇവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാമെന്നും തീരുമാനിച്ചതാണ്. പക്ഷേ അതിനുശേഷം ഇവർ വയലൻ്റായി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുവാണ്. എന്നെയും എൻ്റെ ആൾക്കാരെയും തല്ലി ചതച്ചു. ഹോസ്പിറ്റലിന് ഇത്ര നാശനഷ്ടങ്ങളുണ്ടാക്കി. സാറേ ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. എടോ താൻ എത്ര നിഷ്കളങ്കനായിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചാലും ശരി, താൻ ചെയ്തത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ അഭിനയമൊന്നിന് വേണ്ട. ഹലോ നിങ്ങൾ ആരും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് പറഞ്ഞ പോലീസുകാരെ വാറിനോട് ദേഷ്യപ്പെടുവാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യമൊക്കെ തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അന്നേരം രാധിക പറയണേ, ഉണ്ട്, തെളിവുണ്ട്. എൻ്റെ അമ്മയുടെ ശബ്ദം ഞാൻ ഇവിടെ നിന്ന് കേട്ടതാ. അമ്മേനെ മോളെ എന്ന് വിളിച്ചതാണ്. അതുമാത്രമല്ല ഈ വിച്ചു കുറച്ച് നാളായിട്ട് ഇവിടെ ചികിത്സയിലുള്ള കുട്ടിയാണ്. ഇവൻ്റെ അമ്മ എനിക്ക് നല്ലപോലെ അറിയാവുന്ന ചേച്ചിയാണ്. ആ ചേച്ചിയുടെ ഒപ്പം ഞാൻ മുമ്പൊരിക്കലും ഇവിടെ വന്നിരുന്നു. അന്നേരം ഇവൻ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ അമ്മയും ഇവൻ കണ്ടിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അതേ മുഖസാദൃശ്യം തന്നെയാണ്. അപ്പോൾ ഞാനന്ന് ഇവിടെ വന്നപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു എൻ്റെ അതേ മുഖസാദൃശ്യത്തിലുള്ള ഒരു ആൻറ്റി ഇവിടെ ഉണ്ടെന്ന്.
അതേക്കുന്നതും പോലീസുകാരനാണെങ്കിൽ ചിരിച്ച് കളിയാക്കുവാണ്ടോ രാധികനെ. കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? തലക്ക് സുഖമില്ലാത്ത ഇവിടുത്തെ ഒരു പേഷ്യൻ്റായിട്ടുള്ള കുട്ടി പറയുന്ന വാക്കുകൾ കേട്ടാണോ നിങ്ങൾ ഈ കള്ളക്കഥയെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങളിവിടെ ഒരു ഹോസ്പിറ്റലിൽ കയറി ഇങ്ങനെ അക്രമമൊക്കെ കാണിച്ചതിലുണ്ടല്ലോ, നിങ്ങളെ തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ തലക്ക് സ്ഥിരതയില്ലാത്ത ഒരു കുട്ടിയുടെ വാക്കുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മുഖവിലേക്ക് എടുക്കാൻ തോന്നുന്നത്? അന്നേരം ഡോക്ടർ പറയണേ, അത് തന്നെയാണ് സാർ ഞാനും പറഞ്ഞത്. ഈവൻ ഇവിടെ മുമ്പ് വന്നപ്പോഴും ഇതുപോലെ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്നും പല കെട്ടുകഥകളും കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടുണ്ട്. അതിവിൻ്റെ അസുഖത്തിൻ്റെ ഭാഗമാണ്. അക്കാര്യം ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതുമാണ്. എന്നാൽ ഇവർക്കത് വിശ്വാസമായിട്ടില്ല. വെറുതെ ഇല്ലാത്തൊരോ കാര്യങ്ങളും പറഞ്ഞ് എന്നെയും എൻ്റെ പേഷ്യൻസിനെയും ഉപദ്രവിക്കാൻ വരുവാണ്. ദയവ് ചെയ്ത് സാറ് വരുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പോകണം. ഒന്നുമില്ലെങ്കിലും മനസ്സിന് സുഖമില്ലാത്ത കുറേ പേഷ്യൻസ് ഉള്ളതാണ് ഇവിടെ. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ഈ സമയം പോലീസുകാരൻ പറയണേ, എന്താണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പുറത്തു പോകണം. ഇനിയും ഈ സ്ഥാപനത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റില്ല. സാർ, ഞങ്ങൾ പറഞ്ഞൊന്നും സാറിനിപ്പോൾ മനസ്സിലായില്ലേ? ക്ഷമ മാഡം ഇവിടെ തന്നെയുണ്ട്. മിസ്റ്റർ, നിങ്ങളിപ്പോൾ പറയുന്ന കാര്യം സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. അതിന് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. തൽക്കാലം നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പുറത്തു പോയേ പറ്റൂ. അങ്ങനെ പറഞ്ഞ രാധികനെയും വരുണിനെയും സൂര്യനെയും അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുവാണ്ടോ. ഈ സമയം വരുൺ പറയുന്നുണ്ട്, സാറേ നിങ്ങൾ ഇയാൾക്ക് സപ്പോർട്ടായി നിൽക്കുവാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ശ്യാമ മാഡം ഇവിടെ തന്നെയുണ്ട്. ഞങ്ങൾ മാഡത്തെ കൊണ്ടുപോയിരിക്കും. തൽക്കാലം ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുക. പക്ഷേ ഇയാൾ ആശ്വസിക്കണ്ട, അധികം വൈകാതെ ഞങ്ങൾ തിരിച്ചു വന്നിരിക്കും. അന്നേരം വരുന്നത് വെറുതെ ഒന്നും ആയിരിക്കില്ല. തന്നെയും താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ചതികളുള്ള ഈ സ്ഥാപനത്തിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാനായിരിക്കും. അങ്ങനെ പറഞ്ഞ് വരുൺ രാധികനെയും സൂര്യനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങുവാണ്. ഈ സമയം വരുൺ രാധിക ആശ്വസിപ്പിക്കുന്നുണ്ട്, എടോ താൻ ധൈര്യമായിട്ടിരിക്കും. തൽക്കാലം നമുക്കിപ്പോൾ ഇവിടുന്ന് പോയേ പറ്റൂ. ആ പോലീസുകാരൻ വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നത്തോടെ തന്നെ അവനെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കായിരുന്നു. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, അവന് സപ്പോർട്ടാണ് ആ പോലീസുകാരടക്കം എല്ലാവരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ. നമുക്കെന്താണെങ്കിലും ACP ചെന്ന് കാണാം, കാര്യങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞ് രാധികയെ ആശ്വസിപ്പിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുവാണ്ടോ വരുൺ. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ ഈ കാര്യങ്ങളെല്ലാം ചന്ദ്രശേഖരനെ വിളിച്ചറിയിക്കുവാണ്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് ചന്ദ്രശേഖരൻ. ഡോക്ടറെ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഇനി ഷാമേനെയും അമൃതേനെയും അവിടെ നിർത്തുന്നത് സേഫ് അല്ലെന്നല്ലേ തോന്നുന്നത്? അന്നേരം ഡോക്ടറെ ചിരിച്ചുകൊണ്ട് പറയണേ, എടോ ചന്ദ്രശേഖര, എന്നെ താൻ രണ്ടുപേരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ ഭംഗിയായിട്ട് നോക്കണമെന്നും ആരുടെയും കണ്ണിപ്പെടാതെ എങ്ങനെ അവരെ സംരക്ഷിക്കണമെന്നും എനിക്ക് നല്ല പോലെ അറിയാം. എൻ്റെ കണ്ണ് വെട്ടിച്ച് അവർക്കൊരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ആർക്കും അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനും ആവില്ല. എടോ, ഇന്ന് വന്ന പോലീസുകാരനടക്കം പോലീസിൻ്റെ ഉന്നതങ്ങളുള്ള പലരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും ഈ ഡോക്ടറെ പൂട്ടാനായിട്ട് അവനെ കൊണ്ടൊന്നും പറ്റില്ല. അവനക്കിനി എത്ര തലകുത്തിയെന്ന് ശ്രമിച്ചാലും അത് നടക്കാനും പോകുന്നില്ല. ശ്യാമേനെയും അമൃതേനെയും താനെന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ ജീവനുണ്ടെന്നുള്ള കാര്യം പോലും പുറലോകത്തേക്ക് അറിയാൻ പോകുന്നില്ല. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഡോക്ടർക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കാനൊന്നുമില്ല. താൻ ധൈര്യമായിട്ടിരുന്ന ചന്ദ്രശേഖര, ഇവിടെ നടന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് വിളിച്ചറിയിച്ചു, അത്രയേ ഉള്ളൂ. താനെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കിയിരിക്കും. അവർ ഇവിടെ നിന്ന് അങ്ങനെ വെറുതെ ഒന്നും പുറത്തേക്ക് പോകാൻ പോകുന്നില്ല. ആർക്കും അവരെ കണ്ടുപിടിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു വാക്ക് ഡോക്ടർ കൊടുക്കുകയാണ്. അതിൻ്റെ ആശ്വാസത്തിലിരിക്കുവാണ്ടോ ചന്ദ്രശേഖർ. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം ACPനെ കാത്തൊരു സ്ഥലത്ത് നിൽക്കുന്നതാണ് കേട്ടോ. ഈ സമയം ACP കാറിൽ അവിടെ എത്തുവാണ്. അന്നേരം അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താ വരുൺ, എന്ത് പറ്റി? എന്തിനെന്നെ കാണണമെന്ന് പറഞ്ഞത്? ഈ സമയം വരുൺ പറയണേ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാറിനെ അറിയിക്കാനാണ് ഞങ്ങൾ വിളിച്ചത്. അതെ സാർ, എൻ്റെ അമ്മ ജീവനോട് തന്നെയുണ്ട്. അന്നേരം വരുൺ പറയണേ, അമ്മ മാത്രമല്ല അമൃത മാഡം രണ്ടുപേരും ജീവനോട് തന്നെയുണ്ട്. വാട്ട്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സത്യം തന്നെയാണോ? അതെ സാർ, സത്യമാണ്. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. മെൻ്റൽ ഹോസ്പിറ്റൽ എന്ന രീതിയിൽ അയാളാണ് നടത്തുന്നത്. പക്ഷേ അയാൾ അവിടെ എന്തൊക്കെ ചില ക്രൈമുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ എൻ്റെ അമ്മയും അമൃത മാഡം ഉണ്ട്. ഭ്രാന്തില്ലാത്ത പലരെയും അവർ ഭ്രാന്തനാക്കി മാറ്റിക്കൊണ്ടിരിക്കുവാണ്. മാത്രമല്ല അവിടെ ആറ്റുശ്ശേരി സദ്യ നടത്തുന്നുണ്ടല്ലോ ഞാനിപ്പോൾ. അവിടെ എന്നെ സഹായിക്കാൻ വരുന്നൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ മോനും ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ ഹോസ്പിറ്റലിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ചേച്ചിക്കും മകനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ട്. എന്നാൽ അവർ ആ കുട്ടി അവരുടെ കൂടെ പറഞ്ഞയക്കുന്നില്ല. അവിടെ ഭ്രാന്തിന് വേണ്ടി ചികിത്സിക്കാൻ വന്നവരുടെ ആരുടെയും ഭ്രാന്ത് ഇതുവരെ മാറിയിട്ടുമില്ല. എല്ലാത്തിൻ്റെ പിന്നിൽ എന്തോ ചില വലിയ കളികൾ തന്നെ നടക്കുന്നുണ്ട് സാർ. എൻ്റെ അമ്മ അവിടെ ജീവനോട് തന്നെയുണ്ട്. അക്കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അതെ സാർ, കുറച്ച് നേരവും കൂടി ഇന്ന് ഞങ്ങൾക്ക് അവിടെ കിട്ടിയിരുന്നെങ്കിൽ അവനെക്കൊണ്ട് ഞങ്ങൾ തന്നെ സത്യങ്ങൾ പറയിച്ചാനേ. ശ്യാമ മാഡത്തെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയേനെ. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസുകാരൻ വന്നു. അയാളാണെങ്കിൽ ആ ഡോക്ടറിന് സപ്പോർട്ടായിട്ടാണ് സംസാരിച്ചത്. ഞങ്ങളവിടെ നിന്ന് ഇറക്കി വിട്ടു.
അന്നേരം ACP പറയണേ, വരുൺ, രാധിക, നിങ്ങൾ പറഞ്ഞതിൽ നിന്നും കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ടുണ്ട്. എന്നാലും ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ എന്നോട് പറയേണ്ടതായിരുന്നു. ഒന്നുമില്ലെങ്കിലും ശ്യാമ മാഡം എനിക്കും ഒത്തിരി വേണ്ടപ്പെട്ട ആളാണ്. മാഡത്തെ കണ്ടെത്താൻ ഇതുവരെ ആകാത്തത് എൻ്റെ സർവീസ് ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളെന്താണെങ്കിലും ധൈര്യമായിട്ടിരിക്കുക. ആ ഹോസ്പിറ്റലിൽ ശ്യാമ മാഡം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയിരിക്കും. അവിടെ നിന്ന് ശ്യാമ മാഡത്തെ രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാ. ധൈര്യമായിട്ടിരുന്നോ. അങ്ങനെ പറഞ്ഞ് ACP അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് രാധികയാണെങ്കിൽ എന്തോ കാര്യം ആലോചിച്ച് ടെൻഷനിൽ നിൽക്കുക. അത് കാണുന്നതും വരുൺ ചോദിക്കണേ, എടോ രാധികെ, എന്തു പറ്റി? എന്താ ആലോചിക്കുന്നത്? മറ്റൊന്നുമല്ല വരുൺ, അവർ ഇനി നമ്മൾ പോലീസിനെയും കൂട്ടി വരുമെന്ന് വിചാരിച്ച് അമ്മയെ ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്യുമോ? ഇല്ലടോ, താൻ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ഇത്രയും നാളും തൻ്റെ അമ്മക്ക് ഒരു കുഴപ്പവും വരാതെ ഭഗവാൻ കാത്തു സൂക്ഷിച്ചില്ലേ? അതുപോലെ തൻ്റെ കൺമുമ്പിൽ എത്തുന്നത് വരെ തൻ്റെ അമ്മയെ ഭഗവാൻ തന്നെ സംരക്ഷിച്ചോളും. നിങ്ങളെ രണ്ടുപേരെയും ഭഗവാൻ തന്നെ ഒന്ന് ചേർത്തോളും. ACP നമുക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ. താൻ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക. സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഈ വിവരം നേരത്തെ തന്നെ സാറിനെ അറിയിക്കേണ്ടതായിരുന്നു. സാരമില്ല വരുൺ, എന്നാണെങ്കിലും നമ്മളിപ്പോൾ അറിയിച്ചിട്ടുണ്ടല്ലോ. സാർ അമ്മയെ കണ്ടെത്തി തരാമെന്ന് വാക്ക് പറഞ്ഞില്ലേ? അത് തന്നെ ഒരാശ്വാസമാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ റൂമിൽ മയങ്ങിക്കിടക്കുന്ന ശ്യാമേനെയാണ് കേട്ടോ. ഈ സമയം ശ്യാമയുടെ മനസ്സിലാണെങ്കിൽ രാധിക തന്നെ അമ്മയായി അംഗീകരിച്ച ആ ദിവസത്തെ കാര്യങ്ങളും പിന്നീട് രാധികയെ തന്നെ മകളെപ്പോലെ ചേർത്ത് പിടിച്ച ഓരോ നിമിഷങ്ങളും രാധികയ്ക്ക് ഭക്ഷണം കൊടുത്തതും രാധികയ്ക്കൊപ്പം ചിലവഴിച്ച നല്ല നല്ല നിമിഷങ്ങളും ഒക്കെ ഇങ്ങനെ മയക്കത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്യാമ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്യാമയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയും അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ വരുവാണ്. ഈ സമയം അമൃതയാണെങ്കിൽ ശ്യാമയുടെ അരികിൽ തന്നെ ഉറക്കമില്ലാതെ ശ്യാമയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുമായിരിക്കും. അങ്ങനെ ശ്യാമക്കുണ്ടാവുന്ന അസ്വസ്ഥതകളും മാറ്റങ്ങളും ഒക്കെ അമൃത ശ്രദ്ധിക്കുന്നുണ്ടാവും. പെട്ടെന്ന് തന്നെ എന്തൊരു ദുസ്വപ്നം കണ്ട് ശ്യാമ ഞെട്ടി എഴുന്നേൽക്കുവാണ് കേട്ടോ. അന്നേരം അമൃത ശ്യാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തൊറ്റി, എന്തെങ്കിലും സ്വപ്നം കണ്ടോ? അത് ഏട്ടത്തി, മോള്, എൻ്റെ മോള് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മോള് ഒന്ന് കാണണം ഏട്ടത്തി. എനിക്ക് ആളുടെ അരികിലൊന്ന് എത്തിയാൽ മതിയായിരുന്നു. ശ്യാമേ, വിഷമിക്കാതിരിക്കുക. കുറച്ച് നേരം ഞാൻ നിൻ്റെ അസ്വസ്ഥതയൊക്കെ ശ്രദ്ധിക്കുന്നു. കുറച്ച് വെള്ളം കുടിക്കാം. അങ്ങനെ പറഞ്ഞ് അമൃതയാണെങ്കിൽ അവിടെയുള്ള കുപ്പിയിൽ വെള്ളം നോക്കുവാണ് കേട്ടോ. എന്നാൽ വെള്ളമെല്ലാം തീർന്നിട്ടുണ്ടാവും. എന്തോ ചേട്ടത്തി, വെള്ളമില്ലേ? ഇല്ലെന്നേ, ഈ കുപ്പിയിലെ വെള്ളം തീർന്നിരിക്കുവാണ്. ഒരു മിനിറ്റ്, ഞാനവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. അവരോട് കുറച്ച് വെള്ളം ചോദിക്കാം. അങ്ങനെ അമൃതയാണെങ്കിൽ ഡോറിൻ്റെ അവിടെ പോയി നിന്നിട്ട് വിളിക്കുവാണ്. അതെ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെ പറഞ്ഞ് വാതിൽ തൊടുമ്പോഴായിരിക്കും വാതിൽ പുറത്തുനിന്ന് കൂട്ടിയിട്ടില്ലെന്ന് അമൃതയ്ക്ക് മനസ്സിലാവുന്നത്. അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. അത് കാണുന്നതും അമൃതയാണെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ ശ്യാമയുടെ അരികിലേക്ക് എത്തുക. അതെ ശ്യാമേ, അവർ വാതിൽ പൂട്ടാൻ മറന്നുപോയി എന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ദൈവം വിട്ട് നമുക്ക് തന്ന അവസരമാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. ശ്യാമ വാ, നമുക്ക് ഈ അവസരം പാഴാക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പുറത്തു കിടക്കണം. അങ്ങനെ പറഞ്ഞ് ശ്യാമയും കുട്ടി അമൃത പതിയെ പതിയെ ആ ഒരു ഡോറ് പതിയെ തുറന്ന് പുറത്തേക്ക് നോക്കുവാണ്. ഈ സമയം സെക്യൂരിറ്റിക്കാരിയാണെങ്കിൽ അവിടെ നല്ല മയക്കത്തിലായിരിക്കും കേട്ടോ. ശ്യാമക്കാണെങ്കിൽ തലയ്ക്ക് ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ട്. എന്നാലും ബുദ്ധിമുട്ടിയാണെങ്കിലും എങ്ങനെയൊക്കെ അമൃതയുടെ ഒപ്പം നടന്ന് പമ്മി അവിടെ നിന്നും പുറത്തിറങ്ങുവാണ്. അങ്ങനെ ഒച്ചയൊന്നും വെക്കാതെ അവർ മുമ്പോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ശ്യാമക്ക് നല്ല തളർച്ചയുണ്ട് നടക്കുമ്പോഴൊക്കെ. അങ്ങനെ അവർ നടന്ന് ആ റൂമെല്ലാം കിടന്ന് ഇതിൻ്റെ പുറത്തേക്കുള്ള ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ വാതിലിൻ്റെ അവിടെ എത്തി ആരെങ്കിലും ഉണ്ടോ എന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അവരെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് കണിമംഗലമാണ്. അവിടെ സാറേ ചന്ദ്രശേഖരനും കൂടി തിരുമേനി പറഞ്ഞ ഐശ്വര്യപൂജയുടെ കാര്യം എല്ലാവരുമായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഈ സമയം പത്മിനിയും കൽപ്പനയും ഉർവശിയൊക്കെ ഉണ്ടാകും അവിടെ. അന്നേരം സാറ പറയുന്നുണ്ട്, തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ, ആ ഐശ്വര്യപൂജ അതെന്താണെങ്കിലും നടത്തിയേ പറ്റൂ. കുടുംബത്തിന് ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളെല്ലാം നീക്കാൻ പൂജ അത്യാവശ്യമാണ്. അതിൽ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ആ രാധികേനെ കൂടി പങ്കെടുപ്പിക്കണം. അവളോട് തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനും പറയണം. അതുകൊണ്ട് പൂജ നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഇവിടെ ഉണ്ടാകണം. അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരേണ്ട ചുമതല ഉർവശിക്കുള്ളതാണ്. ഈ സമയം ചന്ദ്രശേഖർ ഉർവശിയോട് പറയുന്നുണ്ട്, എന്താണെങ്കിലും പൂജ ഒരു മുടക്കോ ഇല്ലാതെ ഭംഗിയായിട്ട് തന്നെ നടക്കണം. അതിന് രാധിക ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നേ പറ്റൂ. ഉർവശി, നീ വേണം രാധിക ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. അന്നേരം ഉർവശി പറയുന്നുണ്ട്, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. അതേക്കുന്നതും സാറ് പറയണേ. തിരുമേനി പറഞ്ഞതുപോലെ പൂജകൾ നടന്നിരിക്കണം. അതിന് പറ്റില്ലെന്നാണെങ്കിൽ ഉർവശിക്ക് പിന്നെ എന്നേക്കുമായിട്ട് കണിമംഗലത്തിൻ്റെ പടിയിറങ്ങാം. അങ്ങനെ സാറയുടെ ഭീഷണി കേൾക്കുന്നതും ഉർവശി പോകാമെന്ന് സമ്മതിക്കുവാണ്. അങ്ങനെ ആറ്റുശ്ശേരിയിലേക്ക് പുറപ്പെടുവാണ് ഉർവശി. ഈ സമയം അവിടെ എത്തിയ ഉർവശിയെ കണ്ട് യശോദ അമ്പരന്ന് പോണേണ്. അന്നേരം ഉർവശി കാര്യങ്ങളൊക്കെ പറയുവാണ്. അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിച്ച് രാധികയും മുത്തശ്ശിയൊക്കെ കാണാനുള്ള അനുവാദം വാങ്ങുവാണ് കേട്ടോ. ഈ സമയം ജയഭാരതി അമ്മയും രാധികയൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവും. അന്നേരം
ഉർവശിയാണെങ്കിൽ ജയഭാരതി മുത്തശ്ശിയുടെ കാലിൽ വീണ് മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചെയ്തതിൻ്റെയൊക്കെ പേരിൽ. ഈ സമയം രാധികക്കും ജയഭാരതി അമ്മക്കും ഉർവശിക്ക് പെട്ടെന്ന് വന്ന് ഈ മാറ്റം വിശ്വസിക്കാനാവുന്നില്ല. പിന്നീട് ഉർവശി വന്ന കാര്യമൊക്കെ രാധികയോട് പറയണേണ്. അവിടുത്തെ ഐശ്വര്യപൂജയ്ക്ക് വേണ്ടി രാധിക വരണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ രാധിക വരില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെ ഉർവശിയോട് പറയുവാണ്. പിന്നീട് തിരികെ വീട്ടിലെത്തുന്ന ഉർവശിയാണെങ്കിൽ രാധിക പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരുടെ സാറേനെ അറിയിക്കുവാണ്. സാറേയും ചന്ദ്രശേഖരനും അതൊക്കെ കേട്ടങ്ങ് ദേഷ്യത്തിൽ നിൽക്കുക. സാറ് പറയണേ, പൂജ എങ്ങനെയെങ്കിലും നടന്നേ പറ്റൂ, അതിന് ഒരു മുടക്കവും വരുത്താൻ പാടില്ല. അന്നേരം ഉർവശി പറയണേ, അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിലേ നിങ്ങൾ നേരിട്ട് ചെന്നവളെ വിളിക്ക്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇനി. അത് വെക്കുന്നതും ദേഷ്യം വന്ന സാറ ഉർവശിയുടെ കരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുവാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് ചന്ദ്രശേഖരനും ബാക്കിയുള്ളവരുമൊക്കെ. അപ്പോൾ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രമോദ് ഇരുന്നത്. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്